സ്വന്തം സംഘടനാ തെരഞ്ഞെടുപ്പിൽ ആ കള്ളവോട്ട് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു വിശ്വാസ്യത ഒന്ന് ആലോചിച്ചു. ഇവർക്ക് ജനങ്ങളെ അഭിസംബോധനയാണല്ലോ. ഇത് യൂത്ത് കോൺഗ്രസ്സുകാരാണ്, ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. സ്വന്തം സംഘടനയിൽ സ്ഥാനമാനം നേടാൻ വേണ്ടി എന്ത് വ്യാജമായ കാര്യങ്ങളും എന്ത് കള്ളത്തരവും കാണിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ നേതാക്കളുടെ വിശ്വാസ്യത എന്താണ്? ഇവരൊക്കെ വളരെ ജനപ്രിയരാണെന്ന് ഭാവിക്കുകയും ജനങ്ങളോട് വളരെ നന്നായി സംസാരിക്കുകയും സർക്കാരിനെ വിമർശിക്കുകയും രാഷ്ട്രീയം പറയുകയും ചെയ്യുന്നവരാണ്. ഒന്നാം സ്ഥാനക്കാരൻ ജയിലിലാണ് വധശ്രമ കേസിൽ. അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ബൈലോ പ്രകാരം എന്താണ്? ക്രിമിനൽ കേസിൽ പെട്ടയാൾക്ക് ഭാരവാഹിയാൻ കഴിയില്ല. ഒന്നിലൊരു സമരമൊക്കെ ചെയ്യുമ്പോൾ ക്രിമിനൽ കേസ് ഓക്കെ. ഇതങ്ങനെയല്ല. ഒരാളെ ഭീഷണിപ്പെടുത്തി പണം തട്ടി കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ കേസിൽ വ്യക്തിപരമായ കേസിലാണ് അയാൾ ജയിലിൽ കിടന്നത്. അപ്പോൾ ബാക്കി 2 സ്ഥാനത്തുനിന്ന് ആൾക്കാർ മറ്റു 2 ഗ്രൂപ്പുകാരാണ്. ആ ഗ്രൂപ്പുകാർ രണ്ടാം സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്ലെയിം ചെയ്യാണ്. എന്നാൽ പിന്നെ 2ാം സ്ഥാനത്ത് മറ്റേ ജയിലിലാണല്ലോ, എന്നാൽ ഇന്ന ആളെ എടുക്കുന്നു പറയുമ്പോൾ അയാളും ക്രിമിനൽ കേസുള്ള ആളാണ്. എന്നാൽ 3ാം സ്ഥാനത്ത് നോക്കിയാൽ 3ാം സ്ഥാനത്തിലും ക്രിമിനൽ കേസ്. തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ജയിച്ച ആള് 3 മാസം മുമ്പേ രാജിവെച്ച് യുവമോർച്ച ചേർന്നതാണ്. കുറ്റിപ്പുറത്ത് മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ട് ആരാണെന്ന് പോലും ഇല്ല.